തോമസ് ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം മാക്കാങ്കുന്നിൽ കുട്ടികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ യേശു ദൈവമാണ്, യേശു കർത്താവാണ്, യേശു രക്ഷകനാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആരോ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ ചിലർ കൊണ്ടുവന്നു. യേശു ദൈവമല്ല, ദൈവപുത്രൻ മാത്രമാകുന്നു എന്ന് പറഞ്ഞുള്ള ചർച്ച. എന്തൊരു മണ്ടത്തരമാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ശിഷ്യന്മാരിൽ സുവിശേഷവും വേദപുസ്തകവും പരിശോധിച്ചാൽ യേശു കർത്താവും യേശു ദൈവവുമാണെന്ന് പ്രഖ്യാപിച്ചത് തോമസ് ലീഹയാണ്. ആ തോമസ് ലീഹയുടെ മക്കളാണ് നാം എല്ലാവരും. നാമും പ്രഖ്യാപിക്കണം. ഇനി യേശു ദൈവമാണോ എന്ന് സംശയമുള്ളവർക്ക് രണ്ടുദാഹരണങ്ങൾ ധാരാളം പറയാനുണ്ട്. രണ്ടുദാഹരണങ്ങൾ കൂടെ പറയാം ഞാൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാ പറഞ്ഞത്. 14-ാമത്തെ വാക്യത്തിൽ 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വചനം തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ ദൈവമല്ല എന്ന് ആർക്കാണ് പ്രിയമുള്ളവരെ പറയാൻ സാധിക്കുക? നിങ്ങൾ ഉറക്കെ പറയണം, യേശു ദൈവമാകുന്നുവെന്ന്. ഈ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ വിശ്വാസ പ്രമാണം കോട്ട് ചെയ്തിട്ടാണ് ചിലരൊക്കെ സംസാരിച്ചത്. അതിനകത്തില്ലേ യേശു ദൈവമാണെന്ന്? കന്യക മറിയാമിനെ കുറിച്ച് സഭ പഠിപ്പിച്ചത് എന്താണ്? ദൈവമാതാവായ കന്യക മറിയാം. സഭയുടെ തിയോളജിക്കൽ ഡിസ്കഷനിൽ, ക്രിസ്റ്റോളജിക്കൽ ഡിസ്കഷൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നത് അരക്കിട്ടുറപ്പിച്ച് നിഖ്യ വേദ വിശ്വാസത്തിൽ, വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറിയം ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു. മറിയമിനെ ദൈവമാതാവെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? യേശു ദൈവമല്ലെന്നല്ലേ? ആണെന്നല്ലേ? അതുകൊണ്ട് വേദവിപരീതങ്ങളിലും തെറ്റായ പഠിപ്പിക്കലിലും വീണുപോകാതെ സൂക്ഷിക്കണം. യേശു ദൈവമാണ്. ഇനി ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. നമ്മെ അത് പഠിപ്പിച്ചത് തോമസ് ലീഹയാണ് പ്രിയമുള്ളവരെ. ലോകത്തെ അത് പഠിപ്പിച്ചത് തോമസ് ലീഹയാണ്. ഞാൻ സൺഡേ സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ചെന്ന് യേശു ആരാടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം ഉത്തരം ദൈവപുത്രൻ എന്ന് മാത്രമാണ്. എന്നാൽ സഭ വിശ്വസിക്കുന്നത് യേശു ദൈവമാണ്, യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്,